ഡിയേഴ്സ്, അനഗംസ് ആണ്. മക്കളെ, നമ്മൾ ഓണം എക്സാം ഇതാ ഇങ്ങ് എത്തിപ്പോയില്ലേ. 7 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമുക്കറിയാം, ഇത് ഒരു ഹിസ്റ്ററി ബേസിലാണ് നമുക്ക് പറയുന്നത്, ഒരു ചരിത്രം പറയുന്നുണ്ട് അല്ലേ. തുടക്കത്തിൽ തന്നെ നമുക്ക് ഇന്ത്യയുടെ പാർട്ടീഷൻ പറയുന്നുണ്ട്, പിന്നെ കോൺഗ്രസിൻ്റെ അവരെങ്ങനെയാണ് പൊളിറ്റിക്സിലേക്ക് വന്നത്, പിന്നെ നമുക്കൊരു ഡെവലപ്മെൻറ്റ് സ്റ്റേജ് വരുന്നു, അതിനുശേഷം നമുക്ക് ഇന്ത്യയുടെ അയൽപ്പക്ക ബന്ധങ്ങൾ, പിന്നെ ഇന്ത്യയിൽ നടന്ന കുറച്ച് പോപ്പുലർ മൂവ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള പിന്നെ കോൺഗ്രസിൻ്റെ ജയപരാജയങ്ങൾ, എമർജൻസി, ഇതൊക്കെ ഒരു ചരിത്രം കണക്കെയാണ് നമുക്ക് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന സമയത്ത് മക്കൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ഇതൊരു കഥ മാറി പഠിച്ചു പോവാം. കഥ മാറി പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പൊളിറ്റിക്കൽ സയൻസിൽ ഫുൾ മാർക്ക് വാങ്ങാം. പിന്നെ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ബുള്ളറ്റിനായിട്ട് കൊടുക്കുക. നമ്മൾ ഓരോ പോയിന്റ്സും ഒരു ഹെഡിങ്ങിന് അണ്ടറിൽ, ഇപ്പോൾ എമർജൻസി ഉദാഹരണം പറയുകയാണെങ്കിൽ അതിൻ്റെ അണ്ടറിൽ ഒരു 5 പോയിന്റ്സ് മാത്രം മൈൻഡിലേക്ക് കൊണ്ടുവരാം. ഈ 5 പോയിന്റ്സ് എന്ത് ചെയ്യുക, സബ് ഹെഡിങ്സ് വീണ്ടും ഉണ്ടാക്കാം. അപ്പം നമുക്കൊരു എസ്സേ ചോദിച്ചാൽ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഒന്നൊരു സ്റ്റോറി പോലെ പഠിച്ചു വെക്കുക, രണ്ടാമത് നമ്മൾ പോയിന്റ്സ് ആക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തത്, എക്സാം എപ്പോഴും നമ്മൾ എഴുതുന്ന സമയത്ത് മുന്നേ നടന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ എഴുതുക, അതിൻ്റെ കൂടെ കറൻലി നമ്മൾ ഇപ്പം സൊസൈറ്റിയിൽ എന്താണ് നടക്കുന്നതും കൂടെ ക്ലബ് ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. നാലാമത്, എപ്പോഴും പാരാഗ്രാഫുകളായിട്ട് തിരിച്ചു എഴുതുക, ഒരുമിച്ച് എഴുതാതെ പാരാഗ്രാഫ് തിരിച്ചു എഴുതുക. അഞ്ചാമത് പോയിന്റ് ചിന്തിക്കേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് മറ്റുള്ള കുട്ടികളിൽ നിന്ന് എനിക്കിത് നന്നാ പോലെ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ എനിക്ക് ഈ ഒരു പ്രോവേർബ് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ കോട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, പെൻസിൽ വെച്ച് അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ ആൻസർ ഷീറ്റ് വായിക്കുന്ന സമയത്ത് ടീച്ചർ പെട്ടെന്ന് ആ ഒരു കാര്യമായിരിക്കും മൈൻഡിലേക്ക് എടുക്കുക. അപ്പോൾ ഈ കുട്ടി നല്ല രീതിയിൽ എഴുതുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം അവരെ മൈൻഡിലേക്ക് എത്തും. സോ ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിൽ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും.